ശോഭന മാമിനും ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിഭയങ്കരമാണ്. അത് നമുക്ക് പറയുമ്പോൾ ഇതിൻ്റെ 4K വേർഷൻ ശോഭന മദ്രാസിൽ കണ്ടിട്ട് മൂപ്പത്തി എമോഷനായി പോയി. അവസാനം സിനിമ കഴിഞ്ഞിറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു, ഞാൻ എമോഷനായി പോയി. അതായത് ഒരു 40 വയസ്സിന് താഴത്തേക്കുള്ള പ്രേക്ഷകർ, പുതിയ തലമുറയിലുള്ള ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് സാധാരണ ഒരു പുതിയ സിനിമ റിലീസാകുമ്പോൾ കണ്ടതുപോലെ ഇരുന്ന് കണ്ടു നോക്കി. കാര്യം ഇവർ ഫോണിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. അതെല്ലാം മറന്നുപോകും. തെലുങ്കിന് അതെല്ലാം മറന്നുപോകും. ഫാസിൽ സാറിൻ്റെ മനസ്സിൽ എന്താണ് ഇതിലേക്ക് പോകണമെന്ന് പ്രിയനോട് പതുക്കെ പറഞ്ഞു കൊടുക്കുക, വേണ്ട മനസ്സിൽ ചിന്തിയ പ്രിയനറിയാം. അതേപോലെ സിദ്ദിഖും അറിയാം. അപ്പോൾ അവരത് എടുക്കും, സിദ്ദീഖിനെ എടുത്തിടും, പറയണം അപ്പോൾ ഇന്നെ പോർഷൻ സിദ്ദീഖ് എടുക്കും, ഇത് എടുക്കുന്നു. അദ്ദേഹം രാവിലെ വിധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് നടന്നുകൂടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവറും കമാൻഡിങ് പവറും അല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാവന. ഫാസിൽ സാർ എന്താണ് ചിന്തിച്ചിരിക്കുന്നുള്ളവരൊക്കെ ഇവർക്കറിയാം. സിദ്ദീഖ് ലാലിൻ്റെ അവരും രണ്ടുപേരും ജീനിയസ് അല്ലേ, അവരുടെ ഒരു എഫർട്ടല്ലേ അത് വരുന്നത് അവരുടെ. അതിലിപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ സിദ്ദീഖ് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം എൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും കിടപ്പുണ്ട്. നമസ്കാരം. 1993 ഫാസിൽ സംവിധാനം ചെയ്ത് നമ്മുടെ മലയാളത്തിലെ ലെജൻഡറി സംവിധായകർ ഒരുമിച്ച സിബി മലയിൽ, സിദ്ദിഖ് ലാൽ, പ്രിയദർശൻ എന്നിവരെല്ലാവരും ഒന്നിച്ച ഒരു സിനിമ, സൈക്കോളജിക്കൽ ഹൊറർ സിനിമ പുറത്തിറങ്ങി, മണിച്ചിത്രത്താഴ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും അത് സോഷ്യൽ മീഡിയ അടക്കം യുവാക്കളടക്കം ഒരുപാട് പേര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന വാർത്തയാണ് അത് റിലീസിന് എത്തുന്നു എന്ന് പറയുന്നത്. പ്രേക്ഷകർക്ക് മുന്നിൽ മണിച്ചിത്രത്താഴ് വീണ്ടും എത്തുമ്പം പണ്ടത്തെ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും ചേർത്ത് പുതിയ രൂപത്തിലാണ് സിനിമ വരുന്നത്. സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ മലയാളത്തിൻ്റെ ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച നിർമ്മാതാവ് അപ്പച്ചൻ സാറും ഡോക്ടർ ജെമിയാണ് കൂടെ ഉള്ളത്. ഡോക്ടർ ജെമിയിലേക്ക് വരാം. ആദ്യം അപ്പച്ചൻ സാർ, 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് വീണ്ടും തിയേറ്ററുകളിലേക്ക് മണിച്ചിത്രത്താഴ് വരികയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് 93 സിനിമ ഇറങ്ങുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും അതേപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷകളും കൊണ്ടാണ് മണിച്ചിത്രത്താഴ് തിയേറ്ററുകളിൽ എത്തുന്നത്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം സിനിമ വരുന്നു. ആ ഒരു ടൈം ഗ്യാപ്പും പുതിയ രൂപത്തിൽ, ഞാൻ പറഞ്ഞല്ലോ പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും, പക്ഷേ ഒന്നും മാറ്റാനില്ല. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ട് എന്താണ് ഓരോ കഥാപാത്രങ്ങളെയും ഓരോ ഡയലോഗുകളെയും പ്രേക്ഷകർക്ക് അത്ര ഓർമ്മയുണ്ട്. വീണ്ടും അത് തിയേറ്ററിലേക്ക് വരുമ്പം എന്താണ് ആദ്യം ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ മനസ്സിൽ തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. നമുക്കൊരു സിനിമ പുതിയ ഫോർമാറ്റിൽ 4K അറ്റ്മോസിൽ പുതിയ ജനറേഷന് 31 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ഒരു 31 വയസ്സും അതിൻ്റെ പുറത്തേക്ക് ഒരു 9 വയസ്സാണ് കൂട്ടുക. ഒരു 9 വയസ്സുള്ള ഒരാളന്ന് സിനിമ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ ഒരു 40 വയസ്സിന് ഇപ്പുറത്തേക്കുള്ള ആൾക്കാർക്ക് ആ സിനിമ വീണ്ടും കൂടെ ഒന്ന് പുതിയ സിനിമ മാതിരി, ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന മാതിരി കാണാൻ സാധിക്കുക എന്നുള്ളത് ഒരു അങ്ങനത്തെ ഒരു സിനിമ നൽകാവുന്നൊരു സന്തോഷം ഭാഗ്യമൊക്കെ തന്നെ തോന്നുന്നത്. നമ്മൾ ഈ ഇരിക്കുന്ന റൂമിനൊരു പ്രത്യേകതയുണ്ട്, അത് സാർ തന്നെ പറഞ്ഞു തുടങ്ങാം. അതെ അതെ, ഇവിടെ മണിച്ചിത്രത്താഴിൻ്റെ സമയത്ത് ഇവിടെയായിരുന്നു, ഈ BTH ഹോട്ടലിലായിരുന്നു. പിന്നെ അവസാനം CBI ഫൈദ ബ്രെയിൻ വെക്കുമ്പോൾ ഈ ഹോട്ടൽ തന്നെ. എന്തുകൊണ്ടാണ് ഈ ഹോട്ടൽ കൊച്ചിയിലെ ഭാരത് ഹോട്ടലിൽ തന്നെ? അത് ഞാൻ നോൺ വെജ് കഴിക്കില്ല, ഞാൻ പ്യുവർ വെജാണ്. പിന്നെ പണ്ട് നമ്മളൊരു സ്ഥലത്ത് വന്നിങ്ങനെ ശീലിച്ചു പോയല്ലോ. ശീലിച്ചു പോയപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറാൻ നമുക്കിങ്ങനെ ഒരു കാരണമൊന്നും വന്നിട്ടില്ല. നമ്മളിവിടെ എപ്പോൾ ചോദിച്ചാലും റൂം തരും, പിന്നെ നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്. മെയിൻ കാരണം പ്യുവർ വെജായിട്ട് കാരണമാണ് എനിക്ക്. പിന്നെ വരാനൊക്കെ സൗകര്യമാണ്, എറണാകുളം സൗത്തിലേക്ക് പോകാൻ അടുത്താണ്. അപ്പോൾ അങ്ങനെ അങ്ങ് ഇതിൽ വന്നു, അത് വിട്ടുപോകാൻ തോന്നുന്നില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ടൈറ്റിൽ ബാനർ കാണിക്കുമ്പം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു പേരാണ് സ്വർഗചിത്ര എന്ന പേര്. ഒരുപാട് സിനിമകളുണ്ടല്ലോ, പറഞ്ഞ ഗോഡ് ഫാദർ ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് സിനിമകളുണ്ട്. എന്തുകൊണ്ടാണ് മണിച്ചിത്രത്താഴ് തന്നെ നമുക്ക് റിലീസിന് എടുക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് സാറ് പോകുന്നത്? മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്താൽ അത് ഓടുമെന്ന് പറഞ്ഞ് എൻ്റെ ഈ പാർട്ണറുണ്ടല്ലോ സോമൻ പിള്ള എന്ന് പറയുന്നത്, അദ്ദേഹമാണ് എൻ്റെ അടുത്ത് എന്നെ സമീപിക്കുന്നത്. ഈ സ്ഫടികം പോയല്ലോ, അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് നമുക്കിത് ചെയ്താൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർബന്ധം, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, പണ്ട് മുതലേ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാനങ്ങ് സമ്മതിച്ചു. അപ്പം ഇദ്ദേഹം ഇത് 4K ആക്കി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഇത് നന്നായിട്ടുണ്ടല്ലോ, ഞാൻ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത് വർക്കൗട്ടായിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം സിനിമ കണ്ടത്, പക്ഷേ 4K സൗണ്ടിൽ നമ്മൾ കണ്ടുമ്പോൾ നമുക്ക്
അല്പം പോലും ബോറടിക്കുന്നില്ല. പുതിയ സിനിമ കണ്ട പോലെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അതിന് മെയിനായിട്ടുള്ളത് അതിൻ്റെ ഇതിവൃത്തവും അതിൻ്റെ ഒരു സിനിമയുടെ ഒരു മേൽമ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു 4K സൗണ്ട് സിസ്റ്റം എന്നുള്ളത് അതൊരു പ്ലസ്സാണ്. എന്നാൽ കൂടെ അതിൻ്റെ ഇതിവൃത്തം എന്നും പുതുമയുള്ള ഇതിവൃത്തം. മനുഷ്യ മനസ്സിൻ്റെ കഥയല്ലേ. ആ കഥയ്ക്കൊരു ആ കഥ എന്ന് പറഞ്ഞാൽ ആ കഥ അങ്ങനത്തെ ആ പുതുമയുള്ള കഥയല്ലേ. അതിൽ ഇതിവൃത്തം ഇനി 1000 വർഷം കഴിഞ്ഞാൽ ആ ഇതിവൃത്തത്തിന് ഒരു അല്ലേ ഡോക്ടറെ, ആ ഇതിവൃത്തത്തിന് എങ്ങനെ മാറ്റം വരുത്തുക? ഇദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് സൈക്യാട്രിസ്റ്റ് ഡോക്ടറായി ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ സിനിമ എടുത്തില്ലെങ്കിൽ അങ്ങ് ഡോക്ടറാകില്ല. ചിലപ്പോൾ ആകത്തില്ല. ഡോക്ടർ ജെമി സൈക്യാട്രിസ്റ്റ് ആണ്. ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളെല്ലാവരും. ഇപ്പം നമ്മൾ സിനിമ കാണുമ്പോൾ ഞാൻ പറയട്ടെ ഡോക്ടർ, ഓരോരോ ഇപ്പം എനിക്ക് ഡോക്ടർ ആണോ അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ, ഓരോ ക്യാരക്ടർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പക്ഷേ സിനിമ കഴിയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടറിനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ചയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും, ഒരു വിങ്ങലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായിട്ടോ. പക്ഷേ അതങ്ങ് വിടും. പക്ഷേ ഡോക്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനല്ല. ഒരു ലൈഫിൻ്റെ പ്രധാന ഭാഗമായിട്ട് കൂടെ കൂട്ടി ഇപ്പോഴും അത് കൂടെ കൊണ്ടുപോകുന്നൊരു വ്യക്തി കൂടിയാണ്. യെസ്, അതിനുള്ളൊരു റീസൺ പറയുകയാണെങ്കിൽ ആ ക്യാരക്ടർ ഡോക്ടർ സണ്ണിക്കൊരു പ്രത്യേകതയുണ്ട്. പുള്ളിയുടെ മാനറിസങ്ങളെ, പുള്ളിയുടെ ഒബ്സർവേഷന്, ഐ തിങ്ക് ഇപ്പം ഞാൻ ആ ക്യാരക്ടർ മാത്രം എടുക്കുകയാണെങ്കിൽ ഹീസ് എ ജീനിയസ്. സൈക്കാട്രിസ്റ്റായിട്ട് ഹൈ ലെവലിൽ ഞാൻ പുള്ളിയെ കാണുന്നു. അപ്പം എനിക്ക് ഒരു ക്യാരക്ടറായിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആ പ്രായത്തിൽ 17 ഇയേഴ്സ് എന്ന് വെച്ചാൽ ഒരു 17 എല്ലാവരും 17 തന്നെ ആ ഒരു പ്രായത്തിൽ നമുക്ക് ഐഡൽസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ആ സമയത്ത് എന്നെ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഞാൻ കൂടെ കൊണ്ടുനടും, ഒരാഴ്ചയല്ല ചിലപ്പോൾ മാസങ്ങളോളം കൊണ്ടുനടും. അപ്പോൾ ഇത് മാത്രമല്ല വേറെ ക്യാരക്ടേഴ്സ് എൻ്റെ ചെറുപ്പത്തിൽ അതിന് മുമ്പുള്ള പടങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രത്യേക പ്രാന്താന്ന് കൂട്ടാം, ഒരു ക്രേസിനെസ്. അപ്പം ഈ സണ്ണിക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് ആ വ്യക്തിയെ മൊത്തത്തിലൊരു ഇഷ്ടമായി. പുള്ളിയുടെ രീതിയും പുള്ളി പുള്ളി ഈ തമാശയാണെങ്കിലും കൂട്ടുകാരൻ്റെ ഭാര്യ രക്ഷപ്പെടുത്തുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ അന്ന് ഓർത്തു, ഈ സൈക്കാട്രി കൊള്ളാവുന്ന പണിയാണല്ലോ. അതാണ് എനിക്ക് അവിടെ ചിന്തിച്ച്. ഇത് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, ഞാൻ ജോളിയായിട്ട് നടക്കുന്നു, പ്രാന്തിനെ ചികിത്സിക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി കോമാളിത്തരം കാണിക്കാം. അപ്പം അതെന്നെ ഒരുപാട് ഫാസിനേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാനൊരിക്കലും ഡോക്ടർ സണ്ണി ആകത്തില്ല, അത് രണ്ട് ലോകങ്ങളാണ്. ബട്ട് എനിക്ക് ആ ക്യാരക്ടർ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ്. ഇതൊരു സൈക്കോളജിക്കൽ ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയാണ്. സയൻസും അതുപോലെ തന്നെ കുറച്ച് ബിലീഫും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സിനിമ എഴുതുമ്പോൾ, ഒരു തിരക്കഥ എഴുതുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കണം. ഇതിൻ്റെ ഒരു സൈക്യാട്രിക് ഫാക്ടർ, ഇതിൻ്റെ ഒരു തിയറി എന്താണെന്ന് എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ ഡോക്ടറിന് എന്താണ് ഫീൽ ചെയ്തത്, അപ്പം അത് കറക്റ്റായിട്ട് ഒരു തിയറിറ്റിക്കലി അതിനെ ഒന്ന് കൺവിൻസ്ഡ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ ആ പടം ചെയ്ത് അതിനകത്ത് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് കാണുന്നുണ്ട്. അപ്പം ഐ മെൻഷൻ ദ ഏർലിയർ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, അതൊരു ഞങ്ങൾക്ക് ഡോക്ടർമാർക്കുള്ളൊരു ക്ലാസിഫിക്കേഷൻ. ഡിസീസ് നമ്മളൊരു അസുഖം പറയുകയാണെങ്കിൽ ഇപ്പം ജർമ്മനി ചെന്നാലും ഇന്ത്യയിൽ ചെന്നാലും ആ ICD കോഡ് പറയുകയാണെങ്കിൽ ഏത് ഡോക്ടറും പിടികിട്ട് ഇതാണ് അസുഖം. അപ്പം അതിൻ്റെ അകത്ത് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റി കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ്, ഇത് എന്നാ ബിഹേവിയറാണ്. അപ്പം പല കാറ്റഗറീസ് ഉണ്ട്. പക്ഷേ ഗംഗ ഇല്ലെങ്കിൽ നാഗവല്ലി എന്നുള്ള ക്യാരക്ടർ ആ സിംറ്റംസായിട്ട് ഒരുപാട് ഇതുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈവൻ ദ തെറാപ്പി ഫോർ ഇങ്ങനെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് അതും ഇപ്പം ഇവിടെ സൈക്കാട്രി ചെയ്യുന്ന ലെവൽ വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പം ആകെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ളത് ഞാനിപ്പോൾ പറയുന്നത് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആ സീൻ. ഒരു തവണ ഹിപ്നോട്ടൈസ് ചെയ്തു, നാഗവല്ലി പോയി, അത് സിനിമ. ഇപ്പം ഹിപ്നോട്ടൈസ് പക്ഷേ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയുള്ള വ്യക്തികളെ ഹിപ്നോട്ടൈസ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു തവണയല്ല, പല തവണയായിരിക്കും. ഇറ്റ്സ് മോർ സെഷൻസ്. അതാണ് റിയാലിറ്റിയിലുള്ളത്. അതുപോലെ തന്നെ സൈക്കാട്രി എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, ഇപ്പം ഞങ്ങൾ ജർമ്മനി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പേഴ്സണാലിറ്റികൾ ഒരാളെ ഇല്ലാതാക്കാൻ നോക്കത്തില്ല. ട്രൈ ടു അഡാപ്റ്റ് വിത്ത് ദിസ് 2 ക്യാരക്ടേഴ്സ്. അതാണ് ട്രൈ ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഗംഗയും നാഗവല്ലി ഒരുമിച്ച് ഇന്നോട്ടെ. ഗംഗയ്ക്കും ബോധമുണ്ട് നാഗവല്ലിയുണ്ട്, നാഗവല്ലിക്കും ബോധമുണ്ട് ഗംഗയുണ്ടെന്ന്. അല്ലെങ്കിൽ അത് ആ ഒരു റെക്കഗ്നിഷനാണ് നോക്കുന്നത്. അപ്പം അത് സിനിമയ്ക്കകത്തൊന്ന് ഇച്ചിരി മാറ്റമുണ്ട്. ഡോക്ടർ സണ്ണി നാഗവല്ലിയെ കംപ്ലീറ്റ് എടുത്ത് മാറ്റുക, പറിച്ച് എടുത്ത് അങ്ങനെ പുള്ളി പറയുന്നുണ്ട്. അത് സിനിമയുടെ. പക്ഷേ ബേസിക്കലി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് മെഡിക്കലായിട്ട് ഒരു കറക്റ്റ്നെസ് കിട്ടാൻ ശ്രമിച്ചൊരു മൂവിയാണ്.
അപ്പച്ചൻ സാർ കഥ ആദ്യമായിട്ട് കേൾക്കുന്ന സമയത്ത് ഇതൊരു ഒട്ടും റിയാലിറ്റിയിൽ നമുക്ക് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്തൊരു കഥാശൈലിയാണല്ലോ മൺചിത്രത്താഴ് പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ആ രോഗാവസ്ഥ നമ്മളെല്ലാവരും ഫീൽ ചെയ്തിട്ടില്ലാത്തൊരു രോഗാവസ്ഥയാണ്. അതുപോലെ തന്നെ ഹൊറർ മൂഡ് കൊണ്ടുവരിക തോന്നിയിരുന്നു ഇത് ഒരു തിയേറ്ററിലൊരു ഹിറ്റ് ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകർ അത് ഏറ്റെടുക്കും. ഈ ഒരു മൂവി കൊണ്ടുവരുമ്പം എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? സക്സസ് മൂവി ആയിരിക്കും. അതായത് ഈ കഥ ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഫാസിൽ സാറ് പറയല്ല, ഒരു ചെറിയൊരു ത്രെഡുമായിട്ട് മധുമുട്ടം. അന്ന് ഞങ്ങളിങ്ങനെ ഫാസിൽ സാറിൻ്റെ കണ്ടിന്യൂസ് സിനിമകൾ നമ്മൾ നടക്കുന്നുണ്ടല്ലോ. 3-3.5 വർഷം ബ്രദേഴ്സ് ഹോട്ടലിലിരുന്ന് മധു എന്ന് പറയുന്ന റൈറ്റർ അവിടെ ഇരിക്കും. ഫാസിൽ സാർ രാവിലെ ഒന്ന് വരും, എന്തെങ്കിലും ഒന്ന് പറയും, പോകും, പിന്നെ വൈകുന്നേരം വരും. ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അങ്ങനെ 3-3.5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സബ്ജക്റ്റ് അത്. അപ്പോൾ നമ്മൾ ഓരോരോ എലമെൻറ്റ് കേൾക്കുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകും. നമ്മളിപ്പോൾ ചോദിച്ചാൽ ഇപ്പോൾ ഇന്നത്തെ പോലെ ഇതിങ്ങനെ 366 ദിവസം ഓടുമെന്നും ഇതിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നും ഇത് പിന്നെ റിലീസ് ചെയ്യുന്നതും ചെയ്യും. പക്ഷേ ഒരു അവാർഡ് ഇതിന് സിനിമയ്ക്ക് ഉണ്ടെന്നുള്ള ബോധ്യം ഈ കഥ വർക്ക് ചെയ്യുമ്പോൾ ഫാസിൽ സാറിനുണ്ടായിരുന്നു. അത് ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ അത് ഒരു നവംബർ മാസം 1-ാം തീയതിയാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ഫാസിൽ സാർ പറഞ്ഞു, ഞാൻ ഇങ്ങനെ 2 ഡയറക്ടർ 2-3 വെച്ചിട്ട് നമുക്കിത് ക്രിസ്മസിന് റിലീസ് ചെയ്യണം. അതായത് November-December ഈ December 31-നുള്ളിൽ റിലീസ് ചെയ്ത് സെൻസർ ചെയ്താൽ മാത്രമേ നാഷണൽ അവാർഡിന് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇതിന് നാഷണൽ അവാർഡ് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അങ്ങ് നിർബന്ധ ബുദ്ധിക്ക് പറഞ്ഞു, പക്ഷേ നമുക്കിത് December 31 മുമ്പ് റിലീസ് ചെയ്യണം, നമുക്കിത് നാഷണൽ അവാർഡ് അയക്കണം എന്ന് അദ്ദേഹം ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് പറയുമ്പോൾ അത് കിട്ടുന്ന ഉറപ്പാണ്ടായിട്ടല്ലേ, അല്ല അങ്ങനെ പറയണില്ല. അങ്ങനെയാണ് അദ്ദേഹം ഈ പ്രിയദർശനെയും സിബിനെയും പിന്നെ സിദ്ദീഖ്ലാലിനെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത്. എനിക്ക് മലയാള സിനിമയിൽ അങ്ങനെ ഒരു കോംബോ, അതായത് CB സാർ ആണെങ്കിലും സിദ്ദീഖ് സാർ ആണെങ്കിലും പ്രിയദർശൻ സാർ, ഇത്രയും പേരുടെ ഒരു കോംബോ, പിന്നെ ഫാസിൽ സാറും കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനിമ, ഒരുമിച്ചുള്ളൊരു സിനിമ അപൂർവം. എനിക്ക് മലയാളത്തിൽ അങ്ങനെ വളരെ വിരളമായിട്ടേ ഉണ്ടാകത്തുള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ലെജൻഡ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് ചില ഫാസിൽ സാറിൻ്റെ ശിഷ്യന്മാരാണ് സിദ്ദീഖ്ലാലും അവരുടെ കൂട്ടത്തിലുള്ള. പ്രിയനും സിബിയും ഒക്കെ ഒന്നിച്ച് ഉള്ള ഒരേപോലത്തെ ഡയറക്ടർമാരല്ലേ, അവരൊക്കെ അത്ര തിക്ലി ഫ്രണ്ട്സ് അല്ലേ. അപ്പം പാച്ചിയുടെ മനസ്സിൽ ഇത് തീർക്കണം. പിന്നെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരുപാട് വേറെ ലൊക്കേഷൻ, ഒന്ന് പത്മനാഭപുരം പാലസ്, പിന്നെ ഹിൽ പാലസ്, ഇവിടുത്തെ 2 സർക്കാരിൻ്റെ നമ്മൾ ലൊക്കേഷൻ പെർമിഷൻ ഉണ്ട്. അപ്പം ഇവരോട് പറഞ്ഞു കൊടുത്താൽ, ഇപ്പം ഫാസിൽ സാറിൻ്റെ മനസ്സിൽ എന്താണ് ഇതിലേക്ക് പോകണമെന്ന് പ്രിയനോട് പതുക്കെ പറഞ്ഞു കൊടുക്കുക, വേണ്ട മനസ്സിൽ ചിന്തിയാൽ പ്രിയനറിയാം. അതേപോലെ സിബിക്കും അറിയാം. അപ്പോൾ അവരത് എടുക്കും, സിദ്ദീഖിനെ എടുത്തിടും, പറയണം അപ്പോൾ ഇന്ന പോർഷൻ സിദ്ദീഖ് ഇത് എടുക്കുന്നു. അദ്ദേഹം രാവിലെ വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് നടന്നോളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിൽ പവറും കമാൻഡിങ് പവറും അല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭാവന. ഫാസിൽ സാർ എന്താണ് ചിന്തിച്ചിരിക്കുന്നുള്ളവരൊക്കെ ഇവർക്കറിയാം. അതേപോലെ ഇത് എടുത്ത് അത് ഫാസിൽ സാറിൻ്റെ ഒരു വിൽ പവറും ഒരു കഴിവുമാണ്. ഓക്കെ, എൻ്റെ വീട് ഹരിപ്പാടാണ്. അപ്പം ഞാൻ ബസ്സിലൂടെ മുട്ടം ഭാഗത്തേക്ക് പോകുമ്പം ഈ ചെറിയൊരു പാലസ് ആണത്. അപ്പം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് സിനിമയാണ് ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ഹിൽ പാലസ് ആണെങ്കിലും ഹിൽ പാലസിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ നമ്മൾ മലയാളികൾ ഹിൽ പാലസിനെ പറയുമ്പോൾ മണിച്ചിത്രത്താഴ് എടുത്ത്, അതുപോലെ തന്നെ പത്മനാഭപുരം പാലസും, ഈ ഒരു പാലസുകളുടെ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റിൽ പോവുക, ഒരു റക്കി പോലെ പ്രീ പ്രൊഡക്ഷൻ ചെയ്യുക, എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? സാറും കൂടെ അതിൽ? അതെ, ഞാൻ ആദ്യമേ അത് ഈ പത്മനാഭപുരം പാലസിലാണ് മുഴുവൻ സിനിമ തീർക്കാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പക്ഷേ അവിടെ ഒരു 7 ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ പെർമിഷൻ കിട്ടിയില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്, ഹിൽ പാലസിലേക്ക്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു 10 ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ക്ലൈമാക്സ് അവിടെ എടുത്തേ പറ്റുള്ളൂ എന്ന് ഫാസിൽ സാറിൻ്റെ നിർബന്ധം. അത് പിന്നെ ഗവൺമെൻറ് തലത്തിൽ ഇടപെട്ട് അന്നത്തെ ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി TM ജേക്കബ് സാറായിരുന്നു, മരിച്ചുപോയി. അത് ഈ പത്മനാഭപുരം പാലസ് ഷൂട്ടിങ്ങിന് കൊടുക്കാൻ പാടില്ല എന്ന് നിയമസഭ 100-400 വർഷം പഴക്കമുള്ളല്ലേ, അവിടെ നിൽക്കുകയാണ്, പുരാവസ്തുവായിട്ട് നിൽക്കേണ്ടതാണ്, അത് കൊടുക്കാൻ പാടില്ല എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. അന്ന് ഈ ഞാൻ തന്നെ പോയിട്ട് ഈ TM ജേക്കബ് സാറിനെ കാണുകയും അദ്ദേഹം ഇൻട്രസ്റ്റ് എടുത്തിട്ട് CM കരുണാകരൻ സാറാണ്, CM എടുത്തിട്ട് അവർ തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുക, അത് കഴിയുമ്പോഴത്തേക്ക് പെർമിഷൻ തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ട് എടുത്താണ്. അപ്പം ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വീടാണല്ലോ മെയിനായിട്ട്, അവിടെ നടക്കണമെന്നല്ലേ, അത് മുഴുവൻ അവിടെ തന്നെ എടുക്കാനാണ് ആദ്യമേ. അത് കിട്ടാത്തത് കാരണം മാത്രം ഹിൽ പാലസിലേക്ക് വന്നു. പക്ഷെ അത് അറിയില്ല. പക്ഷേ എന്തായാലും ആ ഒരു പാലസിന്റെ ആ ഒരു വൈബ്രൻസി ശരിക്കും സിനിമയിൽ അറിയാൻ പറ്റുന്ന ഒരു ഹൊറർ മൂഡിന് പറ്റിയ കറക്റ്റ് ആയിരുന്നു. അതായത് എൻ്റെ കാസ്റ്റിംഗ് കറക്റ്റാണ്, ലൊക്കേഷൻ കറക്റ്റാണ്, ഇവൻ കോസ്റ്റ്യൂം വരെ കറക്റ്റല്ലേ. ഇപ്പോഴത്തെ നമ്മളെ സിനിമ കണ്ടു നോക്കി, ലേറ്റസ്റ്റ് കോസ്റ്റ്യൂം അല്ലേ,
അതെ 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 31 വർഷം മുമ്പത്തെ ഒരു കോസ്റ്റ്യൂമായിട്ട് തോന്നിയല്ല. അതാണ് ആ സിനിമയ്ക്കുള്ളത്. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഡ്രസ്സായാലും ശോഭന ഡ്രസ്സായാലും ഇന്നത്തെ ട്രെൻഡായി മാറിയിട്ടുണ്ട് ആ ഇന്നത്തെ ഡ്രസ്സ്. ട്രെൻഡ് 31 വർഷം കഴിയുമ്പോൾ അതൊക്കെ കോസ്റ്റ്യൂം വരെ ഫാസിൽ സാറിൻ്റെ മനസ്സിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ ശോഭനയോട് പറഞ്ഞിട്ട് ശോഭന ഇന്നമാതിരി ഡ്രസ്സ് വേണമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്ത കാര്യങ്ങളാണ്. സിനിമയിൽ അന്നുണ്ടായിരുന്ന ഒരുപാട് മികച്ച നടന്മാരും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളും ഇന്ന് പലരും ജീവിച്ചിരിപ്പില്ല. ഭയങ്കര ഒരു അവരുടെ ഒരു വേർപാട് വേദനിപ്പിക്കുന്നുണ്ട്. ഇന്നസെൻ്റ് ചേട്ടൻ, തിലകൻ ചേട്ടൻ, നെടുമുടി വേണു ചേട്ടൻ, ലളിത ചേച്ചി, പപ്പേട്ടൻ, ഈ 5 പേര്, ആ 5 പേര് ആ സിനിമയിൽ കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഇങ്ങനെ പോണു. വേണുചേട്ടനിൽ തുടങ്ങിയിട്ട് അങ്ങ് അവസാനം വരെ നോക്കുമ്പോൾ അവരുടെ ഒരു അതില്ലാത്ത ഇപ്പോഴാണെങ്കിലും ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. ഇപ്പം ഒരു കാരണവരുടെ സ്ഥാനത്ത് നെടുമുടി വേണുവിനെ പോലെ ഒരു കഥാപാത്രം വേണം. തമാശയ്ക്ക് APC എഴുതിയ പോലെ ഒരാൾ വേണം. അതിന് പറ്റിയ ഒരു ഹസ്ബൻഡ് ആയിട്ട് ഇന്നസെൻ്റ് ആയിട്ട് ആ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു അസൽ നായർ അല്ലാണ്ട് ഒരു ഹിന്ദു നമ്മളങ്ങനെ പറഞ്ഞതല്ല. ഇപ്പം തോന്നുകയില്ല. ആ സംസാരവും പുള്ളിയുടെ നടത്തമൊക്കെ ഇന്നിങ്ങനത്തെ ഒരു സിനിമ എടുക്കാം വിഷമമാണ്. അതുപോലെ ശോഭനയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തന്നെ തീരുമാനിച്ചത് പിന്നെ ഡാൻസർ ആയിരിക്കണമല്ലോ. പിന്നെ ശോഭന മാമിനും ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിഭയങ്കര. അത് നമുക്ക് പറയുമ്പോൾ ഇതിൻ്റെ 4K വേർഷൻ ശോഭന മദ്രാസിൽ കണ്ടിട്ട് മൂപ്പത്തി എമോഷണലായി പോയി. അവസാനം സിനിമ കഴിഞ്ഞിറങ്ങി എൻ്റെ അടുത്ത് വന്നിട്ട് മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പറഞ്ഞു, ഞാൻ എമോഷണലായി പോയി. അത് ഒന്നും ആയിട്ടല്ല. ഒന്ന് ഈ മരിച്ചുപോയ 4-5 പേര്, പിന്നെ ഇതൊക്കെ ആ പ്രായത്തിൽ അദ്ദേഹം മൂപ്പത്തി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടും ആയിരിക്കും. മൂപ്പത്തി നാഷണൽ അവാർഡല്ലേ, ദ ബെസ്റ്റ് ആക്ട്രസ് ഇൻ ഇന്ത്യ. ചില്ലറ കാര്യമാണോ? അതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിലെ ഒരു ഹൊറർ മൂവീസിൽ പ്രധാന ഇടം നേടുന്ന ഒരു സിനിമ കൂടിയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മളിപ്പോൾ വേൾഡ് ക്ലാസിക് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസിക് സിനിമ തന്നെയാണ്. നമ്മളിത് എടുക്കുമ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, ഇപ്പോഴും വിചാരിച്ചില്ല. ഇപ്പോൾ വരുന്ന അതായത് ഒരു 40 വയസ്സിന് താഴത്തേക്കുള്ള പ്രേക്ഷകർ, പുതിയ തലമുറയിലുള്ള ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് സാധാരണ ഒരു പുതിയ സിനിമ റിലീസാകുമ്പോൾ കണ്ടതുപോലെ ഇരുന്ന് കണ്ടു നോക്കിയോ. കാര്യം ഇവർ ഫോണിലും TV-യിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും. അതെല്ലാം മറന്നുപോകും. അതെല്ലാം മറന്നുപോകും. ഇപ്പോൾ റിലീസുകളെ ഞാൻ പറഞ്ഞു ആഘോഷിക്കുന്ന അതിൻ്റെ യുവാക്കൾക്ക് അതിനൊരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അവർ സിനിമകളെ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക, ചർച്ച ചെയ്യുക. സോഷ്യൽ മീഡിയ, സിനിഫയൽ പോലുള്ള ഗ്രൂപ്പുകൾ, അതിന് വേണ്ടിയിട്ട് പല ഗ്രൂപ്പുകളുണ്ട്. അപ്പം അവർ ഇപ്പോൾ കഥാപാത്രങ്ങൾ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാത്ത കഥാപാത്രങ്ങളെ പോലും അവർ മനസ്സിലാക്കി അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പം അങ്ങേക്ക് തോന്നുന്നില്ലേ ഒരു യുവാക്കൾക്ക് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ഈ ഒരു തിരിച്ചുവരവിൽ പഴയ സിനിമകൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതിൽ അവർക്കൊരു പ്രധാന പങ്കുണ്ട്? അല്ല, യങ്സ്റ്റേഴ്സിന് ഈ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം അവർ ഇപ്പോഴത്തെ സിനിമമാരത്തെ ഒരു സിനിമയിൽ അന്ന് ഇങ്ങനത്തെ 31 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങിയിരുന്ന അവർ പിന്നെ ഈ 4K സിസ്റ്റത്തിൽ കണ്ടു കഴിയുമ്പോൾ അവർക്ക് എനിക്ക് 100% ഉറപ്പാണ് അവർ ഇഷ്ടപ്പെടുന്നതിൽ അവരും പലതവണ ഈ സിനിമ കാണും. അതുപോലെ തന്നെ ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് മൺചിത്രത്താഴ്. ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഈ മൺചിത്രത്താഴ് മുമ്പിൽ തന്നെ നിൽക്കുന്ന സിനിമയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പം തമിഴാണെങ്കിലും കന്നഡയാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ. ഏതായാലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഏതായിരിക്കും മലയാളം കഴിഞ്ഞാൽ തോന്നിയിട്ടുള്ളത്? ഏത് മൺചിത്രത്താഴിൻ്റെ വേർഷൻ ആയിരിക്കും സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? മലയാളം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കന്നഡയായിരിക്കില്ലേ. കന്നഡ എല്ലാ ലാംഗ്വേജിലും സൂപ്പർ ഹിറ്റാണ്. ഹിന്ദി, തമിഴൊക്കെ സൂപ്പർ ഹിറ്റ് തന്നെയാണ്. പിന്നെ അത് നമ്മൾ കാണുന്നത് പോലെ അവിടെയുള്ള ഓഡിയൻസിന് അത് 100% ഇഷ്ടപ്പെടും, അവിടെയുള്ള ആൾക്കാർക്ക്. പിന്നെ ഇതിലെല്ലാ കാര്യത്തെക്കാളും ഹൈലി ടാലൻറ്റഡ് വ്യക്തി ശോഭനയുടെ ആ ഒരു ക്വാളിറ്റി ആക്ച്വലി മറ്റ് നായികന്മാർക്ക് അത്രയും എത്തിപ്പെടാൻ അവരെ നമ്മൾ കുറച്ച് കാണിക്കുന്നതും പറയുന്നതും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. അവരവരുടെ മാക്സിമം. പക്ഷെ അവിടെയുള്ള ഓഡിയൻ അവർ ഹാപ്പിയാണ്. നമ്മൾ അതല്ലേ നോക്കൊണ്ടുള്ളൂ. ആ സിനിമ അവിടെയും വർഷങ്ങളോളം ഓടുന്നുണ്ടല്ലോ. അപ്പം അവർക്കത് ഹാപ്പിയല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അവരാണ് ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു തലാശ. പക്ഷേ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ നടത്തില്ല, സോഷ്യൽ മീഡിയയിൽ അത്തരം കമ്പാരിസൺസ് നടക്കുന്നുണ്ട്. അല്ല, അത് അവരുടെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത്
അത് അവരുടെ സ്വാതന്ത്ര്യപ്പെട്ടത്. പക്ഷെ അവരത് ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിലെ കാര്യം. ഒരു സോഷ്യൽ മീഡിയ ഒരു റിമാർക്ക് പറയുന്നുണ്ടെങ്കിൽ അത് റിമാർക്കായിട്ട് കൂട്ടാൻ പാടില്ല. അവരത് ശ്രദ്ധിച്ചല്ലോ. നമ്മൾ ആ ഉണ്ടോ ഗുണം കൊള്ളുവതൊന്നും മാത്രം അത് മാത്രം ശ്രദ്ധിക്കുക. അവർ പറയുന്നത് അവരത് ശ്രദ്ധിച്ചല്ലോ, രണ്ടും കൂടെ ഒരു താരതമ്യം ചെയ്തല്ലോ. അപ്പോൾ അതിലൊരു ആ താരതമ്യം ചെയ്ത് ഒരു നല്ല കാര്യമല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഡോക്ടർ സണ്ണിയിലേക്ക് വരാം. ഈ ഭ്രാന്തുള്ളവരെ ചികിത്സിക്കാൻ, ഭ്രാന്തുള്ളവരുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, ചികിത്സിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. നേരെ തിരിച്ചാണെന്ന് തോന്നല്ലേ? പ്രാന്തുള്ളവരുടെ കൂടെ കഴിയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിലും വലിയ ബുദ്ധിമുട്ടാണ് പ്രാന്തിനെ ചികിത്സിക്കുന്ന കൂടെ കഴിയാൻ. അതാണ് ടാഗ് ലൈൻ. ശരിക്കും റിയൽ ലൈഫിൽ അതുമായിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഡയലോഗാണ്. ഡെഫിനറ്റ്ലി അതൊരു ഫാക്റ്റാണ്. ആസ് എ സൈക്കാട്രിസ്റ്റ് you should be a little bit crazy if you want to be a psychiatrist. അത് അങ്ങനെ ഇപ്പം ഇൻറ്റേർണൽ മെഡിസിനോ സർജറി ഇറ്റ് ഈസ് ബേസിക്കലി എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഐ ഹോപ്പ് ദി സർജൻസ് ഡോണ്ട് കിൽ മീ ഫോർ ദാറ്റ്. ദേസ് എ പാറ്റേൺ അവർക്ക് ചെയ്യാൻ രീതിയാണ്. സൈക്കാട്രി എന്ന് വെച്ചാൽ യു ഹാവ് ടു ഫീൽ എ ലോട്ട് ഓഫ് തിങ്സ്. അത് മോർ ദെൻ അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു അസുഖം വരും, നമ്മൾ ഫീൽ ചെയ്യുന്നു, അപ്പം നമുക്കും അതിനുള്ളൊരു ഒരു ഫീലിംഗ് വേണം. അപ്പം അത് ഞാനൊരു ക്രേസായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പം ഇൻ മൈ കേസ് എൻ്റെ സിനിമ ക്രേസാണ് എൻ്റെ പ്രാന്ത കൂട്ടത്തിലുള്ളത്. അപ്പം അതെൻ്റെ ഫാമിലി അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു. അതാണ് ഞാൻ ക്രേസായിട്ട് കാണുന്നത്. ഒരു 17-കാരൻ ആദ്യമായിട്ട് മണിച്ചിത്രത്താഴ് കാണുന്നതും പിന്നീട് അത് സിനിമയിലെ പോലെ തന്നെ ഡോക്ടർ സണ്ണീനെ പോലെ ഒരു സൈക്യാട്രിസ്റ്റ് ആവണമെന്ന് പറഞ്ഞ് പിന്നെ വർഷങ്ങൾ കടന്നിട്ടാണല്ലോ ഈ ഒരു പ്രക്രിയയിലേക്ക് അല്ലെങ്കിൽ ഒരു പഠനത്തിലേക്കൊക്കെ എത്തുക. അപ്പോൾ തിരിച്ചപ്പോഴെങ്കിലും ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മൾ സിനിമയിൽ കണ്ട പോലെ അത്ര ഈസി അല്ല എന്ന് തോന്നി. അത് ഒരുപാട് തവണ തോന്നിയിട്ടുണ്ട്. MBBS പഠിത്തമാണെങ്കിലും എൻ്റെ ആ ജേർണി നോക്കണമെങ്കിൽ ഒരുപാട് ടഫാണ്. മെഡിക്കൽ ഫീൽഡ് ഈസി അല്ല. പക്ഷേ ആ യാത്രയിൽ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്ത് എൻ്റെ ഫോക്കസ് ഐ വാണ്ട് ടു ബി എ സൈക്കാട്രിസ്റ്റ് ഡ്യൂ ടു ദറ്റ് മൂവി. അതായിരുന്നു എപ്പോഴും എൻ്റെ ഒരു ഫോക്കസ്. ഐ ക്യാൻ ടെൽ യു വെരി ഓപ്പൺ. എൻ്റെ MBBS ലാസ്റ്റ് പരീക്ഷയ്ക്ക് എനിക്ക് മണിച്ചിത്രത്താഴിൻ്റെ ഒരു കാസറ്റുണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് ഡോക്ടർമാർ അന്ധവിശ്വാസികളാണ്. അപ്പം എന്തെങ്കിലും ഒരു ഗുഡ് സാധനം കൂടാണ്. അപ്പം ഞാൻ ആ മണിച്ചിത്രത്താഴിൻ്റെ കാസറ്റ് കൂടെ കൊണ്ടുപോയിട്ടാണ് പരീക്ഷയ്ക്ക് എഴുതിയത്. അത് എന്ന് വെച്ചാൽ ഇനിയും പരീക്ഷ എഴുതുമ്പം താളം തെറ്റായിരിക്കാൻ ഒരു ദ ഫോക്കസ് ഇസ് ദെയർ, യു വോണ്ട് ടു ബി ഡോക്ടർ സണ്ണി എന്നുള്ളൊരു നോട്ടം കിട്ടാൻ വേണ്ടി. അപ്പം സ്റ്റിൽ ഇടയ്ക്കൊക്കെ ഇപ്പം ദ ജോബ് ഇസ് നോട്ട് ഈസി എവറി ഡേ. അപ്പം ഇടയ്ക്ക് നോക്കുമ്പോൾ നിങ്ങൾ എന്തിനിത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുമ്പം ഐ ലുക്ക് അറ്റ് മണിച്ചിത്രത്താഴ്. ഓക്കെ, ഇതായിരുന്നു ഒരു ഇൻസ്പിറേഷൻ, അതുകൊണ്ട് ഞാനിത് ചെയ്തു. അപ്പം ഐ എം ഹാപ്പി. അതുകൊണ്ട് എനിക്ക് ഈ പടം എപ്പോഴും ഒരു ഫോക്കസാണ്. എൻ്റെ ഫോക്കസ് തെറ്റുമ്പം എനിക്കറിയാം ഓക്കെ ഇതായിരുന്നു എൻ്റെ ഫോക്കസ്. ഇത് എപ്പോഴും അത് കിടക്കും. അപ്പച്ചൻ സാറിന് കുറച്ച് സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നില്ല? അതായത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുണ്ട്, പക്ഷേ സിനിമയെ അടിസ്ഥാനമാക്കി ജീവിതം തന്നെ മുന്നോട്ട് വന്നവർ അങ്ങനെ ആവണമെന്ന് അപ്പച്ചൻ സാർ എപ്പോഴാണ് ഡോക്ടറിനെ കുറിച്ച് അറിഞ്ഞത്? ഇദ്ദേഹം പിന്നെ ഈ സാബു കൂടെ ഒരു പോസ്റ്റർ തപ്പി ഇപ്പം ഈ അടുത്താണ് അറിഞ്ഞത്. ഇപ്പോൾ റിലീസ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരാളുണ്ടെന്ന്. അപ്പോൾ എനിക്ക് കാണണമെന്ന് തോന്നി. അദ്ദേഹം അതായത് ഞാൻ ചെറുപ്പത്തിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നിട്ട് എനിക്കൊരു സിനിമ പ്രൊഡ്യൂസറാണെന്നേ തോന്നിയിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് സിനിമ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് സൈക്കാട്രിസ്റ്റ് ഡോക്ടറാണെന്നാണ് തോന്നിയത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സിനിമ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ ആകില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതൊരു വലിയ കാര്യമല്ലേ. അതായത് ഇപ്പം മോഹൻലാലിൻ്റെ ആ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് ഫാസിൽ സാറ് വെറുതെ ഇരുന്നല്ല. ഫാസിൽ സാറ് സൈക്കാട്രിസ്റ്റ് നല്ല ആൾക്കാർ ഡോക്ടർമാരുമൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് വെറുതെ അദ്ദേഹം എഴുതി ഉണ്ടാക്കിയത് മാത്രമല്ല. അത് 3 മുതലകളത്തെ പഠനമുണ്ട് അതിൽ. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തലയിലിട്ട് തലച്ചോറിലിട്ട് വേവിക്കുകയും പലവൊക്കെ ആയ അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇങ്ങനെയുള്ള. അവരൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹം ഉണ്ടാക്കിയതാണ് അത്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രയത്നം വെറുതെ ആയിട്ടില്ല. നമ്മളിപ്പോഴും എൻ്റെ മനസ്സിലതുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇപ്പം ഇങ്ങനെ ഇത് വരുന്നത്. അത് കണ്ടിട്ട് അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ട് ഡോക്ടറായ വ്യക്തിയാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു ഡിഫറൻസ് എനിക്ക് പറയാനുള്ളത്, സിനിമ എപ്പോഴും സിനിമയായിരിക്കും. യു ക്യാൻ ബി ഇൻസ്പയർഡ്. ഇപ്പം ഒരു ഉദാഹരണം ഇടയും പറഞ്ഞ പോലെ 10 പേരെ ഇടിക്കാൻ എനിക്ക് പറ്റത്തില്ല. മൈ ഹീറോ ക്യാൻ. സിനിമയ്ക്കകത്ത് എൻ്റെ ഹീറോയ്ക്ക് ആരായാലും അവർക്ക് 10 പേരെ ഇടിച്ചിടാം, എല്ലാം ചെയ്യും. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഈവൻ ഇപ്പം പറയില്ല മണിച്ചിത്രത്താഴിൻ്റെ കേസാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എനിക്ക് ഗംഗയെ അങ്ങനെ ഒരിക്കലും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഗുഡ് ഇൻസ്പിറേഷൻ. അപ്പം ഇത് ബേസിക്കലി ഇതിനെ എനിക്ക് എപ്പോഴും പണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സിനിമയായിട്ട് എൻ്റെ സിനിമ ക്രേസ് കാണുമ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇവൻ ഈ സിനിമയായിട്ട് നടക്കുന്നു, ഇത് മോശമാണ്, സിനിമയുടെ പുറകെ ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ ഇതാണെന്നുള്ളത്. പക്ഷേ എനിക്കിപ്പം ഫ്രാങ്ക്ലി ആയിട്ട് പറയാൻ പറ്റും, സിനിമ ഇൻസ്പയർഡ് മീ ആൻഡ് ഇറ്റ്
ഡസൻറ്റ് ഡിഡ് എനി ഹാം ടു മീ. ഞാൻ ഇതുമായിട്ട് എനിക്ക് എന്നാ ഫൈനാൻഷ്യൽ ലോസോ അതോ എൻ്റെ ജോലി ഒന്നും, എനിക്ക് ബേസിക്കലി സിനിമ എനിക്ക് നല്ലതേ ചെയ്തിട്ടുള്ളൂ. ഈവൻ ഞാനിപ്പം സിനിമ ഫീൽഡിൽ അല്ലെങ്കിൽ പോലും എനിക്ക് സിനിമ നന്മ ചെയ്തത്. അപ്പം അതാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. യു വാച്ച് സിനിമ ഒരു നല്ല കാര്യമാണ്. ബേസിക്കലി ബുക്ക് വായിക്കുന്ന പോലെ എൻ്റർടൈൻമെൻറ്റ്. നോട്ട് എവറിബഡി ലൈക്ക് സിനിമ, പക്ഷേ ബുക്ക് വായിക്കുന്നുണ്ട്, നമ്മൾ സിനിമ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട്. ഇപ്പം ഒരു മാഫിയ ബോസിൻ്റെ പടം കണ്ടു, ഞാൻ മാഫിയ ബോസാണ്, ദാറ്റ്സ് അൺറിയലിസ്റ്റിക്. സൈക്കാട്രിയും ഇപ്പം എൻ്റെ വഴിയും ബേസിക്കലി അൺറിയലിസ്റ്റിക്കാണ്. ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ സൈക്കാട്രി ഇങ്ങനെ അയാൾ, ഇപ്പം പ്രത്യേകിച്ച് സണ്ണിയുടെ കേസിൽ അയാൾ റിസർച്ച് നടത്തുന്നു, അതിൽ വലിയ ഗോൾഡ് മെഡൽ എടുക്കുക, ഹീസ് വെരി ഫേമസ് ഇൻ അമേരിക്ക. അപ്പം അതൊക്കെ ഡ്രീമാണ്. പക്ഷേ ഐ തിങ്ക് യു ക്യാൻ ടേക്ക് സം ബിറ്റ്സ് ഓഫ് ദ സിനിമ ആൻഡ് ട്രൈ ടു അഡാപ്റ്റ് ഇൻ യുവർ ലൈഫ്. എല്ലാം ചെയ്യണമെന്നില്ല. പിന്നെ നല്ലതാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ ഗുഡ്. ഇപ്പോൾ ഒരാളെ കൊല്ലണമെന്നുള്ള ഇൻസ്പിറേഷൻ എടുക്കരുത്. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഞാൻ സിനിമയിൽ കാണുന്നത്. ഇത് പടമാണെങ്കിൽ എന്തെങ്കിലും ഒരു കോറെ ഒരു ഡയറക്ടർ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബിറ്റ് കിട്ടുവാണെങ്കിൽ. ഞാനെപ്പോഴും ഓർക്കുന്നത് സ്ക്രീം 2 എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അതാണ് എൻ്റെ ഒരു ടാഗ് ലൈൻ. സ്ക്രീം 2 കെവിൻ വില്യംസൺ, വേസ് ആൻഡേഴ്സൺ, ഒരു ഹൊറർ ചിത്രമാണ്. അത് സിനിമയെ ബേസ് ചെയ്തുള്ള ഹൊറർ ചിത്രമാണ്. അതിനകത്തൊരു ഡയലോഗ് ഒരു നടൻ പറയുന്നുണ്ട്, സിനിമ ഇമിറ്റേറ്റ്സ് ലൈഫ്, ലൈഫ് ഇമിറ്റേറ്റ്സ് സിനിമ. അപ്പം എൻ്റെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. ഇപ്പോൾ അപ്പച്ചൻ സാർ പറഞ്ഞ പോലെ ഡോക്ടർമാരുമായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പം ദെയർ വാസ് എ റിയാലിറ്റി. ആ ഒരു റിയാലിറ്റിയിലെടുത്ത് ഫാസിൽ സാർ പടം ചെയ്തു. അതെ, അത് വീണ്ടും തിരിച്ച് ലൈഫാകുന്നു. അപ്പം അതെനിക്കുള്ളൊരു ടാഗ് ലൈന്. ഒരുപാട് സിനിമകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മൺചിത്രത്താഴ് കൂടാതെ ഇനി ഒരു സിനിമ റിലീസിന് വന്നു കഴിഞ്ഞാൽ സാർ നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ ഇനി റിലീസിന് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് കരുതുന്നു, അല്ലെങ്കിൽ സാറിന് അത് റിലീസ് ചെയ്ത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? അങ്ങനെ ഗോഡ്ഫാദർ ചെയ്യാം, വിയറ്റ്നാം കോളനി ചെയ്യാം, ചെയ്യാവുന്ന സിനിമകളാണ്. ഗോഡ്ഫാദറിന്റെ ആ ഒരു മൊമെന്റ്സും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ, എങ്ങനെയായിരുന്നു എന്നുള്ളത്? ഒരു വലിയ കാസ്റ്റുള്ള ഒരു സിനിമ കൂടിയാണ്. അതും സിദ്ദീഖ് ലാലിൻ്റെ, അവരും രണ്ടുപേരും ജീനിയസ് അല്ലേ, അവരുടെ ഒരു എഫർട്ടല്ലേ അത് വരുന്നത്, അവരുടെ. അതിലിപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ സിദ്ദീഖ് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമമായിട്ട് മനസ്സിൽ ഇങ്ങനെ എപ്പോഴും കിടപ്പുണ്ട്. സിദ്ദീഖ് സാറുമായിട്ടുള്ള ഒരു ഒരുപാട് മുഹൂർത്തങ്ങൾ ഒരുപാട് നല്ലതല്ലേ അത്. ഇവർ ഡയറക്ടർ ആകുന്നതിന് മുമ്പ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഫാസിൽ സാറിൻ്റെ കൂടെ ഉള്ളപ്പോൾ മുതൽ ഞങ്ങളെപ്പോഴും ഒരേ റൂമിലല്ലേ താമസിക്കുക. ഞാനും സിദ്ദീഖ് ലാലും പിന്നെ കണ്ടുമുട്ടിയ അന്ന് മുതൽ ഒറ്റ റൂമിലേ താമസിച്ചിട്ടുള്ളൂ. അത് തിരുവനന്തപുരത്തായാലും എവിടെയായാലും ചെന്നൈയിലായാലും റൂമിലേ താമസിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണത് ഗോഡ്ഫാദർ. മൺചിത്രത്താഴ് എന്തായാലും റിലീസിന് എത്തുകയാണ്. ശരിക്കും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ തങ്ങളോട് നന്ദിയാണ് പറയാനുള്ളത്. കാരണം പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തിയേറ്ററിൽ എത്തുമ്പോഴാണ് അതിന് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാകുന്നത്, അതിന് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത്. വീണ്ടും പുതിയ സാങ്കേതിക വിദ്യയുടെ തികവോടുകൂടി മൺചിത്രത്താഴ് വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകർക്ക് അതേ ഒരു ഫീൽ തന്നെ ഉണ്ടാവട്ടെ, അതിനേക്കാളും കുറച്ച് കൂടുതൽ പുതുമയോടെ തന്നെ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.